പള്ളിയുടെ മുന്നിലേക്ക് നിന്നെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ജനാസ കൊണ്ടുവന്ന് പള്ളിക്കകത്ത് വെക്കുമ്പോൾ മാന്യനായ സലീം ഉസ്താദോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഞാനോ ഇവിടെ നിന്നുകൊണ്ട് മയ്യത്ത് നമസ്കാരം നമസ്കരിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഇവിടെ നിന്ന് ജനാസ ഇങ്ങനെ ചുമന്നുകൊണ്ട് ഈ താഴെ കാണുന്ന പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മയ്യത്ത് നമസ്കരിക്കാൻ 6 സഫ് 7 സഫ് ചപ്പ ഈ പള്ളി മുഴുവനും ആളായിരിക്കാം. പക്ഷേ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. അതാ ഇവിടെ നിന്നിങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട്. ഞാൻ മരിച്ചുപോയി എന്ന് പടച്ചവനെ, ഞാൻ മരിക്കുന്ന ദിവസമുണ്ടല്ലോ, മയ്യത്ത് കാണുന്നതിന് വേണ്ടി എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഒരാൾ മരിച്ചെന്നറിയുമ്പോ എല്ലാവരും മയ്യത്ത് കാണാൻ വരും. എന്നിട്ട് എല്ലാവരും മയ്യത്ത് കണ്ട് അവിടെ നിൽക്കുകയാണ്. ജനാസ അവിടെ നിന്ന് കുളിപ്പിച്ചു പുതച്ചു. അതാ കുളിപ്പിച്ചിട്ട് അവിടെ നിന്ന് കഫം പൊതിഞ്ഞിട്ട് മയ്യത്ത് കൊണ്ടിറങ്ങുമ്പോൾ ആ ഒരുമിച്ച് കൂടി നിന്നവരിൽ പലരും പിരിഞ്ഞു പോവുകയാണ്. അവിടെ നിന്ന് ഒരു വിഭാഗം ആ മയ്യത്തിന്റെ കൂടെ പള്ളിയിലേക്ക് കടന്നു വന്നു. ഒന്നുപെടുത്ത് നമസ്കാരം കഴിഞ്ഞു. ആ ജനാസ ഇവിടെ നിന്ന് താഴേക്ക് ഇറക്കുമ്പോൾ ഈ പള്ളിക്കകത്തിരിക്കുന്ന എല്ലാവരും ആ മയ്യത്തിന്റെ കൂടെ പോകുകയില്ല. നമസ്കാരം കഴിഞ്ഞാ പിന്നെ വണ്ടിയെടുത്തുകൊണ്ട് പകുതി പിന്നെയും പോവുകയാണ്. ഇവിടെ നിന്ന് കുറച്ചുപേര് താഴേക്ക് പോയി. അവിടെ കൊണ്ടുപോയി മയ്യത്ത് കബറിന്റെ അകത്ത് ഇറക്കി വെച്ചു. അതാ പലകയെടുത്തു നിരത്തി മണ്ണിട്ട് മൂടാൻ തുടങ്ങുമ്പോ ആ പള്ളിപ്പറമ്പിൽ വന്ന അതാ കുറച്ച് ആൾക്കാരിൽ നിന്ന് പകുതിയും പിരിയുകയാണ്. പിന്നെ കുറച്ചുപേർ അവിടെ നിൽക്കുകയാണ്. അവസാനം പടച്ചവനെ കബറിന്റെ മുകളിൽ മണ്ണ് മുഴുവനും വാരിയിട്ടു. 2 ചെടികളും നട്ടുകഴിഞ്ഞു. പിന്നെ വെള്ളമൊഴിച്ചു കഴിഞ്ഞു. പിന്നെ അവിടെ നിന്നുകൊണ്ട് യാസീനോദി ദുആ ചെയ്യുകയാണ്. ആ ദുആ കഴിഞ്ഞ എത്ര വലിയ കൂടപ്പറപ്പാണെങ്കിലും കൂട്ടുകാരനാണെങ്കിലും കുടുംബക്കാരനാണെങ്കിലും എല്ലാവരും ആ കബറിന്റെ ചാരത്ത് നിന്ന് ആ മനുഷ്യനെ ഒറ്റയ്ക്കാക്കിയിട്ട് ആ കബറിന്റെ അകത്ത് ഏകനാക്കി കിടത്തിയിട്ട് എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. പടച്ചവനെ, മഹാനായ ഹാത്തിമുൽ അസമ്മ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് അവിടെ നിന്ന് പറയുന്നു, ഉസ്താദേ, എല്ലാവരും അവിടെ വരെ വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഈ മനുഷ്യരാരും കൂടെ വരുന്നില്ല. അതുകൊണ്ട് പടച്ചവനെ സ്നേഹിക്കുകയാണെങ്കിൽ ആ കബറിന്റെ അകത്ത് കൂടെ വരുന്നവരെ വേണം സ്നേഹിക്കാൻ. സ്നേഹിക്കുകയാണെങ്കിൽ നാളെ പരലോകത്തെ രക്ഷയ്ക്ക് വരുന്ന, മീസാനിൽ കൂട്ടുവരുന്ന, നാളെ സ്വർഗം വരെ കൊണ്ടുപോകുന്നവരെയാകണം സ്നേഹിക്കേണ്ടത്. അതുകൊണ്ട് ഹാത്തിമുൽ അസമ്മ തങ്ങൾ പറയുന്ന, ഉസ്താദേ, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും സ്നേഹിക്കണം. അത് കഴിഞ്ഞാ പിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയെന്നറിയുമോ? ഖബറിന്റെ അകത്ത് കൂട്ടുവരുന്ന കാര്യങ്ങളെയാണ്. അതുകൊണ്ട് ഞാൻ അമലുൻ സ്വാലിഹ, സൽക്കർമ്മങ്ങളെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി. നിസ്കാരത്തെ സ്നേഹിക്കാൻ തുടങ്ങി. ഖുർആൻ ഓതുന്നതിനെ സ്നേഹിക്കാൻ തുടങ്ങി. ദിക്റുകൾ പറയുന്നതിനെ സ്നേഹിക്കാൻ തുടങ്ങി. അവരെ ഞാൻ കൂട്ടുകാരാക്കി തെരഞ്ഞെടുത്തു. അതാണ് ഉസ്താദിൽ നിന്ന് 33 കൊല്ലത്തിന്റെ ഇടയിൽ ഞാൻ പഠിച്ച 1ാമത്തെ മസല എന്നവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഗുരുനാഥന്റെ കണ്ടടങ്ങൾ നിറയുകയാണ്. അവിടെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. പടച്ചവനെ, വല്ലാത്ത ഒരു മസലയാണല്ലോ പഠിച്ചത്. ഹാത്തിമുൽ അസമ്മ തങ്ങളോട് ഗുരുനാഥൻ ചോദിക്കുകയാ, നീ 2ാമത് പഠിച്ച മസല എന്താ? അപ്പൊ 1ാമത്തെ മസല ഞാനും പഠിക്കണം, നിങ്ങളും പഠിക്കണം. എല്ലാവരും ഖബറിന്റെ ചാരത്ത് വരെ വരത്തുള്ളൂ. മണ്ണിട്ട് മൂടിയിട്ട് സലാം പറഞ്ഞു പോകും. പക്ഷേ അതിനുശേഷമാണ് ജീവിതം തുടങ്ങുന്നത്. അവിടെ മുതൽ പ്രയോജനമുള്ള കാര്യങ്ങളെ വേണം നമുക്ക് സ്നേഹിക്കാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ ഹാത്തിമുൽ അസമ്മ റളിയല്ലാഹു മഹാനായ ഹാത്തിമുൽ അസമ്മ തങ്ങള് അവിടെ നിന്ന് പറയുന്നു, 2ാമത്തെ കാര്യം തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറയുകയാണ്. മഹാനവറുകൾ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ ഓതുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കണ്ടു. മഹാനായ ഹാത്തിമുൽ അസമ്മ തങ്ങൾ പറയുകയാണ്, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ النفس عن الهوى
ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ആദ്യമുല്ല സമ്മതങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തുണ്ടല്ലോ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തെ കുറിച്ച് പടച്ച റബ്ബ് പറയുന്ന ആയത്താ. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം ആർക്കാണ് വേണ്ടത്? ആ സ്വർഗം ആർക്കാണ് വേണ്ടത്? ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു എളുപ്പവഴി അല്ലാഹു പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് സ്വർഗമാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗമാണ്. അതിനു വേണ്ടിയാണ് ഞാൻ നിസ്കരിക്കുന്നത്, അതിനു വേണ്ടിയാണ് ഈ പ്രസംഗിക്കുന്നത്, അതിനു വേണ്ടിയാണ് സമയം കഴിഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയെടുത്തിട്ട് കിടന്നുറങ്ങേണ്ട സമയത്ത് എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഈ രാത്രി ഇവിടെ വന്ന് നിങ്ങൾ ഇരിക്കുന്നത് എന്തിനു വേണ്ടിയാ? എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് നിസ്കരിക്കുന്നതും ഖുർആൻ ഓതുന്നതും സദഖ കൊടുക്കുന്നതും സ്വലാത്ത് പറയുന്നതും. എന്തിനൊരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാലും അൽഹംദുലില്ലാഹ് പറഞ്ഞാലും ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് എന്താണ്? പടച്ച റബ്ബിന്റെ സ്വർഗമാണ്. ദുആ ചെയ്താ ചോദിക്കുന്നത് സ്വർഗമാണ്. എത്ര വലിയവർ മോശമായ ജീവിതം നയിക്കുന്നവനാകട്ടെ, കള്ളു കുടിക്കുന്നവനും വ്യഭിചരിക്കുന്നവനും പലിശ തിന്നുന്നവനും നിസ്കരിക്കാത്തവനും അവന്റെയും മനസ്സിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകാനാ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുകയാണ്, സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹു പറയുന്നത് എന്തെന്നറിയുമോ? വനഹൻ നഫ്സ അനിൽ ഹവാ. എന്റെ പ്രിയപ്പെട്ടവരെ, ശരീരത്തിന്റെ ഇച്ഛകളുണ്ടല്ലോ, നമ്മുടെ ശരീരമുണ്ടല്ലോ, നമ്മുടെ നഫ്സുണ്ടല്ലോ, ആ നഫ്സിനെ ആരെങ്കിലും ആ നഫ്സിനെ അനുസരിക്കാൻ പാടില്ല. ശരീരത്തിന്റെ ഇച്ഛകൾ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട്, പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് നാളെ പരലോകമെന്ന് പറയുന്ന ഒരു ദിനം കടന്നു വരാനുണ്ട്. ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്നത് മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ എണ്ണി എണ്ണി പറയേണ്ട ഒരു ദിവസം വരാനുണ്ടെന്ന ബോധത്തോട് അല്ലാഹുവേ പടച്ചവനെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ നഫ്സുണ്ടല്ലോ, നമ്മുടെ ഇച്ഛകളുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളീ പലർക്കും ഇങ്ങനെയുള്ള സദസ്സിൽ ഇരിക്കുമ്പോൾ പ്രയാസങ്ങൾ വരും. ഇങ്ങനെ പറയുമ്പോൾ പടച്ചവന് ഉറക്കം വരുന്നു, പോയി കിടന്നുറങ്ങാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ട്. ഇതൊക്കെ തന്നെ അല്ലാഹു പറയുന്നു, നിന്റെ നഫ്സുണ്ടല്ലോ, നിന്റെ ശരീരം, നിന്റെ മോഹങ്ങൾ, നിന്റെ ആഗ്രഹങ്ങൾ, ഇതെല്ലാം നീ അല്ലാഹുവിന് കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹ് എന്ത് തരും? പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. അല്ലാഹുവിന്റെ മഅവ എന്ന് പറയുന്ന സ്വർഗ്ഗം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആയത്ത് കേട്ടപ്പോ അല്ലാഹ് പറയുകയാ, സ്വർഗം വേണോ? സ്വർഗം ഞാൻ നിങ്ങൾക്ക് തരാം, പക്ഷെ എന്ത് വേണം? നിന്റെ ശരീരം, നിന്റെ ഇച്ഛകൾ, നിന്റെ മോഹങ്ങൾ, നിന്റെ ആഗ്രഹങ്ങൾ, നിന്റെ വികാരങ്ങൾ, അതെല്ലാം അല്ലാഹു പറയുന്ന രീതിയിൽ, ദീൻ പറയുന്ന രീതിയിൽ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ടുള്ളൊരു ജീവിതം, അത് നീ നയിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗം കിട്ടുമെന്ന് ഖുർആൻ പറയുന്നു. ഉസ്താദിനോട് പറയുകയാ, അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, എന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ ഞാൻ തീരുമാനിച്ചു. അതാണ് ഞാൻ പഠിച്ച രണ്ടാമത്തെ മസ്അല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്. നമ്മൾ പറയുന്നത് നമ്മുടെ നഫ്സ് കേൾക്കാറില്ല. കേൾക്കാറുണ്ടോ? കേൾക്കാറില്ല. നമ്മൾ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവർ, നമ്മളെല്ലാവരും നമ്മുടെ നഫ്സിന്റെ, നമ്മുടെ ശരീരത്തിന്റെ അടിമയാണ്. നമ്മുടെ ശരീരം. അതുകൊണ്ടാണല്ലോ പണ്ടുള്ള മഹാന്മാരൊക്കെ, എന്തിനാ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാത്രി ചാട്ടവാറെടുത്തിട്ട് സ്വന്തം ശരീരത്തെ അടിക്കുക. എന്തിനാ അടിച്ചേ? സ്വന്തം ശരീരത്തേക്ക്, ഇനി ഇങ്ങനെ ചെയ്തല്ലോ, നീ ഇങ്ങനെ ചെയ്തല്ലോ, നീ അങ്ങനെ കാണിച്ചല്ലോ എന്ന് പറഞ്ഞ് സ്വന്തം ചാട്ടമാറ് കൊണ്ട് ശരീരത്ത് തല്ലിയത് എന്തിനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നഫ്സിനെ പഠിപ്പിക്കുകയാ. അവിടെ നിന്ന് തന്റെ വരുതിയിലേക്ക് കൊണ്ടുവരികയാ. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ എന്തിനാ ഒരു മാസം പട്ടിണി കിടക്കണേ? ശരീരത്തെ പഠിപ്പിക്കുക. തിന്നു കൊഴുപ്പ് കൂടുമ്പോഴല്ലേ കുത്തലുള്ളവെന്നേ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ശരീരത്തിനെ പഠിപ്പിക്കുകയാണ്, വരുതിയിലേക്ക് കൊണ്ടുവരികയാ. മോഹങ്ങൾ പലതുമുണ്ടാകും.
ആഗ്രഹങ്ങൾ പലതുമുണ്ടാകും. അല്ലാഹുവിനെ ഭയക്കണം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. പരിശുദ്ധമായ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുകയാണ്, അല്ലാഹുവിനെ ഭയക്കുന്നവരുണ്ടല്ലോ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് തെറ്റുകളിൽ നിന്ന് പിന്തിരിയുന്നവനുണ്ടല്ലോ, അവർ അല്ലാഹു കൊടുക്കാമെന്ന് പറഞ്ഞത് 2 സ്വർഗമാണ്. ജന്നതാൻ, 2 സ്വർഗം കൊടുക്കാമെന്ന് പടച്ച റബ്ബ് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ. നിന്റെ കണ്ണിനെ നീ സൂക്ഷിക്കൂ, നിന്റെ ചെവിയെ നീ സൂക്ഷിക്കൂ, നിന്റെ നാവിനെ നീ സൂക്ഷിക്ക്, നിന്റെ കയ്യെ നീ സൂക്ഷിക്ക്, നിന്റെ കാലിനെ നീ സൂക്ഷിക്ക്, നിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും നീ സൂക്ഷിക്കൂ, നിന്റെ ഹൃദയത്തെ പോലും സൂക്ഷിക്കണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ വല്ലാത്ത മടിയാണ്. നിസ്കരിക്കാൻ മടിയുണ്ട് ഉസ്താദേ, സുജൂദ് ചെയ്യാൻ വയ്യ. പലരും കസേരയിലിരുന്നാണ് നമസ്കരിക്കുന്നത്. കാരണം ചോദിച്ചാ പറയും കുനിയാൻ വയ്യെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പടച്ചവനെ, പള്ളിയിൽ വരാത്തത്, ജമാഅത്തിന് വരാത്തതിന്റെ കാരണം ചോദിക്കുമ്പോ പലരും പറയുന്ന, ഉസ്താദേ നടക്കാൻ വയ്യ, വല്ലാത്ത പ്രയാസമാണ്. എങ്കിൽ ഈ പറയുന്ന മനുഷ്യൻ ഏതെങ്കിലും ഒരു കല്യാണം ഒഴിവാക്കാറുണ്ടോ? വോട്ട് ചെയ്യാൻ പോകാൻ ആരോഗ്യമുണ്ടായിരുന്നോ? കല്യാണ വീട്ടിൽ പോകാൻ ആരോഗ്യമുണ്ടായിരുന്നോ? മാർക്കറ്റിലും പല സ്ഥലങ്ങളിലും പോകാൻ ആരോഗ്യമുണ്ട്. പക്ഷേ പടച്ച റബ്ബിന്റെ പള്ളിയിൽ വന്ന പടച്ചവനെ നടക്കാൻ വയ്യ, വല്ലാത്ത രോഗമാണ്, വേദനയാണ്, പ്രയാസമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ശരീരം നമ്മളെ മടുപ്പിക്കുമ്പോ, ആ നഫ്സിന്റെ പിന്നാലെ ഞാനും നിങ്ങളും പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വർഗം വേണോ നിങ്ങൾക്ക്? സ്വർഗം വേണോ നിങ്ങൾക്ക്? നിങ്ങളുടെ കണ്ണിനെ സൂക്ഷിക്കുന്നു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇല്ലേ, എത്ര പേരാ ഇപ്പൊ പള്ളിയിൽ ജുമായ്ക്കൊക്കെ വെളിയിലാ പാടില്ലേ? പക്ഷെ വഖത്ത് നിസ്കാരങ്ങൾ എന്താ ഇത്രയുള്ള മുസ്ലിമീങ്ങൾ അല്ല. പള്ളിയിലേക്ക് വരാൻ ചോദിക്കുമ്പോ, പടച്ചോനെ സുഖമില്ല ഉസ്താദ്, എങ്ങനെ ഉസ്താദ് നടന്നൊക്കെ വരിക, ഇല്ലേ, രോഗങ്ങൾ. കല്യാണ വീട്ടിൽ പോകുന്നുണ്ടോ? എന്തെങ്കിലും അസുഖമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കസേരയിൽ അൽഹംദുലില്ലാഹ് ഇവിടെ പിന്നെ കസേര കളി കുറച്ച് കുറവുണ്ട്. അള്ളാഹു കാത്തിരിക്കുമാറാകൻ. ഇവിടെ പിന്നെ കുറച്ച് കസേരയിൽ ചില പള്ളിയിൽ പോയി കഴിഞ്ഞാൽ കസേര മാത്രം ബുക്കിടാണ്, ഒരു സൈഡ് മൊത്തവും കസേര. അതൊക്കെ തമിഴ്നാട്ടിൽ പോകണം കേട്ടാ. ഈ അടുത്ത് ഞാൻ മുത്തുപ്പേട്ടയിൽ പോയപ്പോൾ പള്ളിയുടെ പുറത്താ കസേര മൊത്തം. കസേര നിസ്കാരമൊക്കെ പള്ളിയുടെ പുറത്ത് എന്ന് പറഞ്ഞാൽ ജമാഅത്ത് നടക്കുന്ന ആ പള്ളി മെയിൻ പള്ളിക്കകത്തല്ല, അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അവിടെ പോയി നിസ്കരിച്ചോണം കസേര നിസ്കാരമൊക്കെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറുപ്പക്കാർ വരെ ഇപ്പോൾ കസേര ഇരുന്ന് നിസ്കരിക്കണേ. ചോദിച്ചാൽ പറയും കുനിയാൻ വയ്യെന്ന്. 2000-ന്റെ നോട്ട് താഴെയിട്ട് നോക്ക്. കുനിയാൻ വയ്യെന്ന് 2000. ഇവൻ്റെ മൊബൈൽ പോക്കറ്റിൽ നിന്ന് താഴെ വീഴുമ്പോൾ എന്താ ഇല്ലേ? സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല. ശരിയാ, നിന്ന് നിസ്കരിക്കാൻ പറ്റത്തില്ലെങ്കിൽ എങ്ങനെ നിസ്കരിക്കണം? നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ എങ്ങനെ നിസ്കരിക്കണം? എങ്ങനെ ഇരിക്കണം? കസേരയില്ല. അതെവിടാ പഠിച്ചേ? നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്ന് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ കസേരയില്ലെന്ന് ആരാ പറഞ്ഞേ? തറയിലിരുന്ന് നിസ്കരിക്ക്, തറയിലിരുന്ന് നിസ്കരിക്ക്. അപ്പം ചിലപ്പോൾ ഉസ്താദ്, എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഉസ്താദ് ഞാൻ തറയിലിരുന്ന കിബിലേക്ക് നേരെ ഞാൻ കാല് നീട്ടും, വേറെ വഴിയില്ല. ഞാൻ പറഞ്ഞു, നീ നീട്ടിക്കോ, നിനക്ക് ഉദറുണ്ടല്ലോ. കാല് നീട്ടുകയോ തല നീട്ടുകയോ എന്ത് വേണമെങ്കിലും നീട്ടിക്കോ. ഇരുന്ന് നമസ്കരിക്കാൻ പറഞ്ഞാൽ ഇരുന്ന് നിസ്കരിക്ക്. എങ്കിൽ സുജൂദ് എത്രയൊക്കെ ആണെങ്കിലും സുജൂദ് തറയിൽ മുട്ടണ്ടേ? അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് ഭൂമിയിൽ മുട്ടണമല്ലോ. അങ്ങനെ ഭൂമിയിൽ മുട്ടുമ്പല്ലേ സുജൂദ് എന്ന് പറയുക. അല്ലാതെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞു കാണിച്ചിട്ട് എന്താ കഴിയുക? അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഇരുന്ന് സുജൂദിയെ നിസ്കരിക്കാൻ കഴിയുന്നവർ ഇരിക്കുക. അതിനും പറ്റാത്തവൻ വേണം കസേര കയറി നിസ്കരിക്കാൻ. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നഫ്സുകൾ എല്ലാത്തിനും തടസ്സം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 കാര്യങ്ങൾ നിങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്.
3 കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ മുടങ്ങിപ്പോകും. 3 കാര്യങ്ങൾ എന്ത് ചെയ്യണം? ചെയ്യണമെന്ന് തോന്നിയാൽ അപ്പൊ ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു. ഒന്നാമത്തെ കാര്യം, നിസ്കരിക്കണമെന്ന് തോന്നിയാൽ അപ്പം നിസ്കരിക്കണം. ശരിയാ, നിസ്കരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നിസ്കരിക്കുക. പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കോ? നടക്കൂല. അതാണ് രണ്ടാമത്തെ കാര്യം, വീട്ടിലാരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വീട്ടിലാരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ വെച്ചോണ്ടിരിക്കണോ പെട്ടെന്ന് കൊണ്ട് കബറടക്കണോ? പെട്ടെന്ന് കൊണ്ട് കബറടക്കണം. വെച്ചാൽ അവസാനം വെക്കാൻ പറഞ്ഞവൻ തന്നെ പറയും നാറന്ന് കൊണ്ടുപോകാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3-ാമത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൻ്റെ വീട്ടിൽ പ്രായപൂർത്തിയായി, മക്കളൊക്കെ പ്രായപൂർത്തിയായി, കല്യാണപ്രായമായി, മക്കള് പ്രായപൂർത്തിയായി കഴിഞ്ഞു, മക്കളുടെ സ്വഭാവങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി എന്ന് പറഞ്ഞാൽ അവന് പെണ്ണ് കെട്ടണമെന്ന് ആഗ്രഹമായി തുടങ്ങി. അപ്പൊ എന്ത് ചെയ്യണം? നേരത്തെ കാലത്തെ കെട്ടിച്ചു വിടണം. അല്ലാതെ വീട് വരട്ടെ, ജോലി വരട്ടെ, ഗൾഫിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ പിന്നെ കെട്ടിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലേ? 20-21 ഇപ്പൊ 21 വയസ്സെന്നൊക്കെ 25ആയി, 27ആയി. എന്നിട്ടും വാപ്പാടുത്ത് പറയും, കല്യാണക്കാര്യം പറയുമ്പോൾ പറയുന്നത്, ഓ അവൻ ചെറുക്കനല്ലേ, വീടായില്ലല്ലോ, ജോലിയായില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. അങ്ങനല്ല. വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ വിവാഹം കഴിച്ചു കൊടുക്കണം. മറ്റൊരു ഹദീസിൽ കാണാം, ഒരു കാര്യം കൂടെ എക്സ്ട്രാ ആയിട്ട് പറയുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ, സദക്ക ചെയ്യണമെന്ന് തോന്നിയാൽ അപ്പം തന്നെ ചെയ്തോണത്. സദക്ക ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ശൈത്താൻ മനസ്സ് മാറ്റിക്കളയുന്ന, പെട്ടെന്ന് ചെയ്യണം. ഇല്ലേ? ഒരു 500 രൂപ കൊടുക്കണോ ഇപ്പൊ പള്ളിക്ക്? അപ്പൊ ഇങ്ങനെ ആലോചിച്ചു, അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോഴത്തേക്ക്, വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ശൈത്താൻ ഇങ്ങനെ മനസ്സിൽ തോന്നിക്കും, അല്ലാ 500 വേണോ? പടച്ചോനെ, പെൺപിള്ളാരൊക്കെ വളർന്നു വരുന്നു, കടയിൽ കച്ചവടമൊന്നും ഇല്ല, ഇങ്ങനെ മനസ്സിൽ തോന്നിപ്പിക്കും. അവസാനം അത് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഭാര്യയോട് പറയും, ഭാര്യ പറയും, പടച്ചോനെ ഈ സമയത്ത് 500 രൂപയോ, അല്ലാഹ് എന്തൊക്കെയല്ലേ. അവസാനം 200 രൂപ എങ്കിലും കൊടുത്താലായി. മനസ്സിങ്ങനെ മാറിപ്പോകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ, മുത്തുനബിയാണ് പറയുന്നത്, സ്വഹാബാ, നിങ്ങൾ നമസ്കരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നിങ്ങൾ നിസ്കരിക്കണേ. അതിനെ നിങ്ങൾ മാറ്റിവെച്ചാൽ അത് മാറ്റിവെക്കാൻ പാടില്ലാത്ത കാര്യമാണെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, രണ്ടാമതായിട്ട് പറഞ്ഞു, ആരെങ്കിലും മരണപ്പെട്ടാൽ പെട്ടെന്ന് കബറടക്കണം. എപ്പോഴാ കബറടക്കേണ്ടത്? ഇസ്ലാമിന്റെ നിയമം എങ്ങനെ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര സമയം വെക്കാം? എത്ര നേരം വെക്കാം? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര? അത് ഗൾഫിലൊക്കെ, സൗദിയിലൊക്കെ എന്ന് പറഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ നിയമപ്രകാരം 2 വഖത്തുകൾ. എത്ര വഖത്ത്? ളുഹറിന് മരിച്ചു, അപ്പൊ എപ്പോ കബറടക്കണം? ളുഹറിന്റെ സമയത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ മഗ്രിബിന്റെ മുമ്പ് കബറടക്കണം. 2 വഖത്തിന്റെ സമയം. നമ്മളോ ഗൾഫിൽ കിടക്കുന്നവൻ വരാൻ വേണ്ടി വെച്ചോണ്ടിരിക്കുന്നവരാ. ഗൾഫിൽ കിടക്കുന്ന ഇപ്പൊ അൽഹംദുലില്ലാ അങ്ങനൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കല, ഈ സമയം നല്ലത്. മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കുക. കദ്ദിമൂനി കദ്ദിമൂനി, എന്നെ ഒന്ന് വിടടാ സ്വർഗത്തിലേക്ക്, എന്നെ ഒന്ന് വിടടാ എന്ന് നല്ലവര് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളെ ശരീരത്തിന് അനുസരിക്കാൻ പാടില്ല. പല മടികളും പല പ്രയാസങ്ങളും പറയും. തഹജ്ജുദ് നമസ്കാരത്തിന്റെ മഹത്വം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചവരാണ്. പക്ഷേ പടച്ചവനെ, നമുക്ക് വല്ലാത്ത ക്ഷീണമാണ്, എഴുന്നേക്കാൻ വല്ലാത്ത മടിയാണ്. പക്ഷേ അത് നമ്മുടെ ഈമാൻ, നമ്മുടെ മലക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാ. പക്ഷേ ശരീരം നമ്മൾ അതിൽ നിന്ന് പിന്തിപ്പിക്കാൻ നോക്കുകയാണ്. അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകളുണ്ടല്ലോ, അല്ലാഹുവേ, ഏതെങ്കിലും കാണാൻ പാടില്ലാത്ത ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ, ഹറാം കണ്ടു കഴിഞ്ഞാൽ, അസ്തഗ്ഫിറുല്ലാഹ്, ഉടനെ പശ്ചാത്തപിച്ചു മടങ്ങാൻ കഴിയണം. നമ്മുടെ കണ്ണുകളെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം. അല്ലാതെ പാപങ്ങൾ ചെയ്യുന്ന സ്വഭാവമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പരസ്പരം തെറ്റുകൾ കണ്ടാൽ ഉപദേശിക്കുന്നവരാകണം. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ അങ്ങനാണ്. പടച്ചവനെ, തെറ്റുകൾ ചെയ്യാൻ വേണ്ടി കടന്നു വന്നാൽ ആ പിഴപ്പിക്കാൻ
പഠിക്കാൻ വരുന്നവനെ പോലും എന്റെ പ്രിയപ്പെട്ടവരെ ഉപദേശിച്ച് നന്നാക്കിയ ചരിത്രങ്ങൾ എത്രയോ ഖുർആനിലുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ, ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണിനെ വല്ലാതെ സൂക്ഷിക്കണം. പലരും പറയാറുണ്ട്, ഉസ്താദ് നന്നാകണമെന്നുണ്ട്. സിനിമ കാണുന്നത്, സീരിയൽ കാണുന്നത്, പെണ്ണുങ്ങൾ പറയും ഉസ്താദ് സീരിയൽ കാണുന്നതൊന്ന് നിർത്തണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. കള്ള് കുടിക്കരുതെന്ന്, കള്ളുകുടിയെന്ന് നിർത്തണമെന്നുണ്ട്. ബീഡി വലിക്കുന്നതൊന്ന് നിർത്തണമെന്നുണ്ട്. കഞ്ചാവടിക്കുന്നത് നിർത്തണമെന്നുണ്ട്. വ്യഭിചരിക്കുന്നത് നിർത്തണമെന്നുണ്ട്. ഫോൺ വിളിക്കുന്നത് നിർത്തണമെന്നുണ്ട്. എല്ലാ ദുശീലങ്ങളും നിർത്തണമെന്നുണ്ട്. പക്ഷേ കഴിയുന്നില്ല ഉസ്താദേ. ആരാ പറഞ്ഞത് കഴിയില്ലെന്ന്? കള്ളുകുടി കൊടുക്കാൻ, കള്ളുകുടി നിർത്താൻ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കിടക്കണ്ട. കഞ്ചാവടിക്കുന്നത് അത് നിർത്തുന്നതിന് വേണ്ടി നീ ഒരു സെന്ററിലും പോയി കിടക്കണ്ട. അതിനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാ. ഏത് മോശമായ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ, അതിനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ ആമിനാത്ത പറയൂ, ഉസ്താദെ ഈ സീരിയൽ കാണുമെന്ന് നിർത്തണമെന്നുണ്ട്, പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ അങ്ങ് കാണുവാ അല്ലേ. പലരും പറയും ഉസ്താദെ കള്ളുകൂടി നിർത്തണമെന്നുണ്ട്, പറ്റുന്നില്ല. ആരാ പറഞ്ഞ പറ്റുന്നില്ല എന്ന്? അത് നിർത്താൻ പറ്റുന്ന ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും, നിങ്ങൾക്കല്ല നമുക്കും, ഞാൻ ഉൾപ്പെടെ, ഞാൻ മലക്കൊന്നുമല്ലല്ലോ, ഞാൻ മനുഷ്യനാണ്. നിങ്ങളെ കാലം താഴെ ഉള്ളവരെ ഞാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ സ്വഭാവം, എൻ്റെ ഇടത് ഭാഗത്തിരിക്കുന്ന മലക്കിനോടെങ്ങാനും ചോദിച്ച് ആ പുസ്തകം തുറന്നു നോക്കിയാൽ മതി എൻ്റെ അവസ്ഥ കാണാൻ. ഈ ഇടത് ഭാഗത്തിരിക്കുന്ന കിതാബെങ്ങാനും ഒന്ന് എടുത്തു വെച്ച് വായിച്ചു കഴിഞ്ഞാൽ സിറാജിന്റെ തനി സ്വഭാവം ഇതൊന്നുമല്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. രക്ഷപ്പെട്ടു പോയാലോ, ഞാനെങ്ങാനും രക്ഷപ്പെട്ടു പോയാലോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. കള്ളു കുടിക്കുന്നവന് കള്ളുകുടി നിർത്താൻ എങ്ങും പോകണ്ട. ഞാൻ പറയുന്ന കാര്യം ചെയ്താൽ മതി. വ്യഭിചരിക്കുന്നവനാകട്ടെ, ഏത് മോശമായ സ്വഭാവം ചെയ്യുന്നവനാണെങ്കിലും അവന് നന്നാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ അള്ളാഹു നിന്നെ നേരെയാക്കും. അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തുകൂടെ? നിങ്ങൾക്ക് എന്തായാലും ആർക്കെങ്കിലും, നമുക്കൊക്കെ ഓരോ ദുശീലങ്ങൾ കാണും ഇല്ലേ. ചിലരിങ്ങനെ വീടി വലിക്കുന്ന നല്ലതാണോ? നല്ലതാണോ? വലിക്കാൻ പറ്റുമോ? ലഹരി വസ്തുക്കളെല്ലാം ഹറാമല്ലേ? ലഹരിയല്ല അല്ലേ? ശംഭു വെക്കാവോ? തുളസി തിന്നാവോ? എല്ലാം ഒരു കൂട്ടത്തിൽ വരികയല്ലേ? ഇല്ല. പിന്നെ ഈ വലിക്കുമ്പോൾ ഒരു സുഖം എന്താ? ഞാൻ ഹത്താടെ കാര്യം ആലോചിക്കാറുണ്ട്. എൻ്റെ പാപ്പ നല്ല വീടി വലിക്കും. നല്ല വീടി വരുന്ന അങ്ങ് അതൊരു സത്യം പറഞ്ഞാൽ അതൊരു ലഹരിയാണെന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഒരിക്കൽ സംസാരിച്ചപ്പോൾ ഒരാളുടെ മുന്നിൽ ഉത്തരം മുട്ടിപ്പോയുള്ളൂ. സ്ഥിരമായിട്ട് കഞ്ചാവടിക്കുന്നവൻ, സ്ഥിരമായി കള്ളു കുടിക്കുന്നവന് ആ സമയത്ത് കുടിച്ചില്ലെങ്കിൽ കൈകാലൊക്കെ വിറയ്ക്കും ഇല്ലേ? വിറയ്ക്കോ? പക്ഷെ അതൊക്കെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു അച്ചായനുണ്ടായിരുന്നു. നല്ല സ്നേഹം, ബാബുച്ചായൻ. നല്ല സ്നേഹം, അയൽവാസിയ. എത്ര കള്ളു കുടിച്ചാലും ആരെയൊക്കെ ചീത്ത വിളിച്ചാലും നമ്മളെ വിളിക്കാറില്ല. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇന്നും ആ മനുഷ്യൻ സത്യം നല്ല സ്നേഹമാണ്. ബാബുച്ചായനും അവിടെ 2 പെൺകുട്ടികൾ, സാബു, 2-3 നല്ല സ്നേഹമാണ്. അൽഹംദുലില്ലാഹ്. ഈ അടുത്തൊരു സംഭവം ഉണ്ടായി. എൻ്റെ ഭാര്യ ലൈവായതുകൊണ്ട് പറയുന്നില്ല, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അമ്മാമയൊക്കെ വലിയ സ്നേഹമായിരുന്നു. അവിടുത്തെ അവരുടെ മകൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല, സാബു. അള്ളാഹു അവനെ നല്ലൊരു ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്ഥിരമായിട്ട് കള്ളു കുടിക്കുന്നവൻ ആ സമയത്ത് ഇല്ലേ, ചിലർക്കൊരു ടെൻഷനാണ്. ഈ ചായ സ്ഥിരമായി കുടിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ. രാവിലെ ഒരു ചായ, വൈകിട്ടൊരു ചായ. കുടിച്ചില്ലെങ്കിൽ ആ സമയമാകുമ്പോൾ വൈകുണ്ടാവും. ചിലർക്ക് തലവേദന ഇല്ലേ. വീടി വലിക്കുന്നവർ, ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. എൻ്റെ വാപ്പ റമദാൻ മാസം ആയിക്കഴിഞ്ഞാൽ, ഒരു വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആരും വാപ്പ അടുത്ത് സംസാരിക്കാറില്ല. ഒരു ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാപ്പാടുത്ത് ഒരു കാര്യത്തിൽ ആരും പോകത്തില്ല. കാരണം വാപ്പയ്ക്ക് ഈ വീടി വലിക്കാതിരുന്നിട്ട് വലിയ ടെൻഷനാണ്. നോമ്പ് തുറക്കും, സത്യം പറഞ്ഞ വീടി കയ്യിലെടുത്ത് വെച്ചേക്കും. നോമ്പ് തുറന്ന് ഈത്തപ്പഴവും വെള്ളവും കുടിച്ച ഒരെണ്ണം വലിച്ചിട്ടാ പള്ളിക്കകത്ത് വരെ കയറുന്നത്. അത്രയ്ക്കും
ഡോക്ടർ ICUയിൽ കിടന്നപ്പം ചോദിച്ചു ഇതൊന്ന് നിർത്തിക്കൂടെ എന്ന്, അത് കവറിൽ പോകണം. കാരണം അങ്ങനെ പഴയ ആൾക്കാരങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പക്ഷെ അന്നത്തെ പോലെയല്ല. ഇന്നത്തെ കുറ്റിപിടി എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത എനർജി അതിന്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം ലഹരി വസ്തുക്കളാണ്. ഇതൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതല്ല മനുഷ്യ. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ സിഗരറ്റിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് വലിക്കാൻ പാടില്ല, ഇത് നല്ലതല്ല, എന്നിട്ടും വലിക്കാം. ഇതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കള്ളു കുടിക്കുന്ന ഒരാളോട് കള്ളു കുടിക്കാൻ പാടില്ല, കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരും, അത് ഇത് വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ ചോദിക്കുക ഇറച്ചിക്കോഴി മേടിച്ച് കഴിക്കാൻ പാടുണ്ടോ, അത് കഴിച്ചാൽ ക്യാൻസർ വരും എന്നല്ലേ. ഉത്തരം മുട്ടിപ്പോയി. കൊടുക്കു ചോദ്യം ചോദിക്കട്ടെ പലരും അല്ലേ, ഇറച്ചിക്കോഴി തിന്നാൻ പാടുണ്ടോ, അതിനകത്ത് മരുന്നടിക്കുന്നതല്ലേ. അപ്പൊ നമ്മളൊക്കെ അത് ഞാൻ പറഞ്ഞു വന്നത്, ഈ ലഹരി വസ്തുക്കളൊക്കെ ഉണ്ടായത് എവിടെ നിന്നറിയോ? ഇബിലീസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചപ്പം പേടിച്ചു മൂത്രമൊഴിച്ചു. ഇബിലീസിനെ അല്ലാഹു ശപിച്ചു, നശിച്ചു പോകട്ടടാ, ലഅനത്താക്കി അല്ലാഹു അവനെ ശപിച്ചപ്പോ അവൻ പേടിച്ചിട്ട് മൂത്രമൊഴിച്ച്. ആ മൂത്രമൊഴിച്ച സ്ഥലത്ത് നിന്നാ ഇതൊക്കെ വളർന്നത്. നീ അതാ ചുണ്ടത്തെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കയറ്റുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ ഒഴിവാക്കണം. ഈ വീടി വലിക്കുന്നത്, മുറുക്കുന്നത്, അതൊക്കെ നമുക്ക് പറ്റിയ പണികളാണ്. ഇതൊക്കെ അങ്ങ് ഒഴിവാക്കണം. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അൽഹംദുലില്ലാ നമ്മൾ ഭാര്യ ആ പാപത്തിനെ കുറിച്ച് ചിന്തിക്ക്. രാത്രി വിടിയും വലിച്ചിട്ട് കയറി അതിൻ്റെ അടുത്ത് പോയി കിടക്കുക, എന്നിട്ട് ഉമ്മ വെക്കാൻ പോവാ, ആ പാപം മുക്കും പൊത്തിയിട്ട് വിടുക. നരശിക്ക് നമ്മുടെ മക്കൾ ഈ സിഗരറ്റൊക്കെ വലിച്ചിട്ട് മക്കളെ ചുംബിക്കാൻ പോകുമ്പോൾ ആ മക്കൾ തന്നെ മാറിപ്പോകുന്നൊരവസ്ഥ. ഈ ദുശീലങ്ങളൊക്കെ മാറ്റണം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിന്റെ ഭാര്യയുടെ സീരിയൽ കാണാൻ നിർത്തണം അല്ലേ, അതുപോലെ എന്തെങ്കിലും ദുശീലങ്ങൾ അത് നിർത്തണം. അതിനുള്ള വഴി എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൻ തറക ലില്ലാഹി മഅസിയതൻ സബഅ മറാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തുവെക്കുക. ഈ പറയുന്ന ഒരേ ഒരു വാചകം നിങ്ങൾ മറക്കാതെ ഓർത്തു വെക്കുക. ഏതെങ്കിലും ഒരു പാപം നീ ചെയ്യുന്നുണ്ട്, ഒരു തെറ്റിൽ നിന്ന് നിനക്ക് പിന്തിരിയണമെന്നുണ്ട്. മോനെ, കള്ളു കുടിക്കാൻ നിന്റെ കൂട്ടുകാരതി കള്ളു കുടിയരാട്, നിന്നെ കള്ളു കുടിക്കുന്നതിന് വേണ്ടി നിന്റെ കൂട്ടുകാര് നിന്നെ നിർബന്ധിക്കുമ്പോ, അല്ലാഹുവേ ഇത് പാപമാ, ഇത് ഹറാമാ. ഒരു തുള്ളി കള്ള് തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയാൽ സ്വർഗ്ഗത്തിൽ കിടക്കില്ലെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കള്ളു കുടിക്കാൻ അവസരം കിട്ടുമ്പോ പടച്ചവനെ ഇത് പാപമാണെന്ന് കരുതിയിട്ട് ചെയ്യാൻ പാടില്ല. കാമുകി വിളിക്കുമ്പോ, മോശമായ സംസാരം നടത്തുമ്പോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വിളിക്കുമ്പോ, വീടി വലിക്കാൻ തോന്നുമ്പോ, മോനെ അല്ലാഹുവിനെ കരുതിയിട്ട് ഇത് പാപമാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് 1, 2, 3, 4, 5, 6, 7 ഏതെങ്കിലും ഒരു പാപത്തിൽ നിന്ന് അത് പാപമാണെന്ന് കരുതിയിട്ട് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് 7 പ്രാവശ്യം നീ അതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ പിന്നെ അല്ലാഹു നിന്നെ കൊണ്ട് ആ പാപം ചെയ്യിപ്പിക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ 7 പ്രാവശ്യം അല്ലാ ഇത് പാപമാ, തെറ്റാ, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് 7 പ്രാവശ്യം. ഇന്ന് വൈകുന്നേരം, നാളെ വൈകിട്ടായി, സീരിയൽ കാണാൻ സമയമായി, പടച്ചവനെ ഇത് പാപമാ, ഞാൻ കാണൂല, പിന്തിരിഞ്ഞു. ഇങ്ങനെ 7 പ്രാവശ്യം ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഒരു പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അല്ലാഹു പിന്നെ ആ തെറ്റുകൊണ്ട് നിന്നെ പരീക്ഷിക്കില്ല. നീ ഒരു കാലത്തും ആ പാപം നിനക്ക് ചെയ്യേണ്ടി വരില്ല. അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ.